ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം. അനുമോള് ജിസേലിനെ അടിച്ചു എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ എന്താണ് ലൈവിൽ നടന്നത്, നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ജയിൽ നോമിനേഷൻ കഴിയുന്നു. ജയിൽ നോമിനേഷനിൽ അവസാനമായിട്ട് ജിസേൽ വന്നു, അനുവിനെ നോമിനേറ്റ് ചെയ്യുന്നു. അവിടെ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി കേട്ടോ. ഈ നമ്മുടെ ജിസേലിൻ്റെ ബാഗ് തുറന്ന്, അതായത് പെട്ടി തുറന്ന് അവരുടെ സാധനങ്ങൾ പരിശോധിച്ചതൊക്കെ ജിസേൽ ഉയർത്തി പറയുന്നു. അങ്ങനെ അവിടെ തർക്കങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ജിസേൽ പറയുന്നുണ്ട് അനുമോൾ റൊട്ടി അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന കണ്ടു എന്ന്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനുമോൾ ചാടി എണീക്കുന്നു, പ്രൊവോക്ക് ആവുന്നു. എന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്, ഞാൻ അങ്ങനെ മോഷ്ടിച്ചിട്ടില്ല, ഫുഡിൻ്റെ കാര്യത്തിൽ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ നേരെ ജിസേൽ ഇരിക്കുന്നതിൻ്റെ അവിടേക്ക് പോകുന്നു. ജിസേലിൻ്റെ കയ്യിലിട്ട് അടിച്ചെന്ന് വേണമെങ്കിൽ പറയാം, കയ്യിലാണ് തട്ടിയതോ അടിച്ചതോ, അതായത് ചെയ്തു. അത് പ്രോപ്പറായിട്ട് നമുക്ക് എപ്പിസോഡിലേ കാണാൻ പറ്റും, ലൈവിൽ കൃത്യമായി കാണാൻ പറ്റില്ല. പക്ഷേ കൈ കൊണ്ട് ഇങ്ങനെ തട്ടീനെ വേണമെങ്കിൽ അടിച്ചതെന്നും പറയാം. അത് ഇപ്പോൾ ജിസേൽ ആ ഒരു ടോപ്പിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെറിയ രീതിയിൽ അനുമോൾക്ക് പണി കിട്ടാനും ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോൾ മോഷ്ടിച്ചിട്ടില്ല എന്നാണ് അനുമോൾ പറയുന്നത്. അവിടെയുള്ള ബാക്കിയുള്ളവരും അത് പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ അത് പറഞ്ഞത് വെറുതെ ആണെന്ന് തോന്നുന്നു. ഈ ഒരു പെർഫ്യൂംസ് ഒക്കെ എടുത്ത് ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളുടെ ഭാഗമാണ്. നമ്മളില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലത്. ബിഗ് ബോസിനകത്ത് ജിസേലിൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. അനുമോൾ ഇത്രയും വയലൻസ് കാണിക്കേണ്ട കാര്യമില്ല. ഓഡിയൻസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ബിഗ് ബോസ് എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി കയ്യേറ്റം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് ആവശ്യമില്ലാതെ അനുമോൾക്ക് തന്നെ പണി കിട്ടാനേ ചാൻസ് ഉള്ളൂ. എണീറ്റ് അവിടെ പോയിട്ട് തത്വത്തിൽ അടിച്ചതുപോലെയൊക്കെ തന്നെയാണ്. ലൈവ് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം പറയൂ.